കുന്നംകുളം നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളും മഴക്കാലപൂർവ്വ ശുചീകരണ പദ്ധതികളും ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന അടിയന്തര കൌൺസിൽ യോഗത്തിൽ വിവിധ പദ്ധതികൾക്ക് അംഗീകാരമായി. നഗരസഭാ അധ്യക്ഷ സൌമ്യ അനിലിന്റെ അധ്യക്ഷതയിൽ മുനിസിപ്പൽ കൌൺസിൽ ഹാളിൽ ചേർന്ന യോഗത്തിൽ 16 പ്രധാന അജണ്ടകളാണ് പരിഗണനയ്ക്ക് വന്നത്. വരാനിരിക്കുന്ന മഴക്കാലത്തിന് മുന്നോടിയായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്കും മാലിന്യ നിർമ്മാർജ്ജനത്തിനുമാണ് യോഗം പ്രധാനമായും മുൻഗണന നൽകിയത്. നഗരസഭാ പരിധിയിലെ കാനകളും തോടുകളും അടിയന്തരമായി ശുചീകരിക്കുന്നതിനായി JCB, ഹിറ്റാച്ചി, ടിപ്പർ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾക്ക് കൌൺസിൽ അനുമതി നൽകി. കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ അബ്ദുൾ സലാം സമർപ്പിച്ച ടെൻഡറിനാണ് അംഗീകാരം നൽകിയത്. ശുചീകരണ തൊഴിലാളികൾക്ക് ആവശ്യമായ യൂണിഫോം, സുരക്ഷാ കവചങ്ങൾ, മറ്റ് ഉപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിനുമായി കേരള സിഡ്കോ, കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ എന്നീ അക്രഡിറ്റഡ് ഏജൻസികളുമായി ചേർന്ന് പദ്ധതികൾ നടപ്പിലാക്കാനും തീരുമാനിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട 10 പ്രവൃത്തികളുടെയും 2 അമൃത് പദ്ധതികളുടെയും പുതുക്കിയ എസ്റ്റിമേറ്റുകൾ കൌൺസിൽ ചർച്ച ചെയ്തു. ഉദയഗിരി കോളനിയിലെ അങ്കണവാടി കിണർ നിർമ്മാണത്തിനിടെ ഹാർഡ് റോക്ക് കണ്ടെത്തിയതിനെ തുടർന്നുണ്ടായ സാങ്കേതിക തടസ്സം പരിഹരിക്കാൻ എസ്റ്റിമേറ്റ് പുതുക്കാൻ അനുമതി നൽകി. 29-ാം വാർഡിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പുതിയ ടാങ്ക് സ്ഥാപിക്കുന്നതിനും 30-ാം വാർഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ റോഡ് ഉയർത്തുന്നതിനുമുള്ള നിർദ്ദേശങ്ങളും യോഗം അംഗീകരിച്ചു. നഗരസഭയുടെ ആധുനിക ബസ് സ്റ്റാൻഡിലെ ദൈനംദിന ശുചീകരണത്തിനായി പുതിയ ഏജൻസിയെ കണ്ടെത്തുന്നതിനുള്ള റീടെൻഡർ നടപടികൾ പൂർത്തിയായി. കുറഞ്ഞ തുക രേഖപ്പെടുത്തിയ രമീഷ രമേശിന്റെ ടെൻഡർ യോഗം അംഗീകരിച്ചു. പോർക്കളങ്ങാട് നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി വയോമിത്രം കെട്ടിടം കൂടി വിട്ടുനൽകാൻ മെഡിക്കൽ ഓഫീസർ നൽകിയ അപേക്ഷയും കൌൺസിൽ പരിഗണിച്ചു. സുഭിക്ഷ ഹോട്ടലിലെ ഭക്ഷണ വിതരണം തടസ്സപ്പെടാതിരിക്കാൻ വിറക് ലഭ്യമാക്കാനുള്ള നടപടികൾക്കും അമൃത് മിത്ര പദ്ധതിയിൽ ഉൾപ്പെട്ട കുളങ്ങളുടെയും പാർക്കുകളുടെയും പരിപാലനം പുതുക്കി നൽകുന്നതിനും തീരുമാനമായി. നഗരസഭാ പരിധിയിലെ നിർമ്മാണ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി നീക്കം ചെയ്യുന്നതിനായി പുതിയ ബൈലോ തയ്യാറാക്കുന്നതിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. 33 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സാനിറ്റേഷൻ വർക്കർ വർഗീസ് സിയാറിന്റെ സസ്പെൻഷൻ കാലാവധി ക്രമവൽക്കരിക്കുന്നത് സംബന്ധിച്ച വിഷയത്തിലും തീരുമാനമെടുത്തു. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, കൌൺസിലർമാരായ ശ്രീജിത്ത് തെക്കേപ്പുറം, ഗീതാ ശശി, ഷാജി ആലിക്കൽ, സോമൻ ചെറുകുന്ന് തുടങ്ങിയവർ സംസാരിച്ചു.